ഏവർക്കും സ്നേഹവന്ദനം. വളരെ ചാരുതാർത്ഥ്യത്തോടുകൂടിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അയക്കുന്നത്. അതിൻ്റെ കാരണം നമ്മളൊക്കെ ഏറെ പ്രതീക്ഷിച്ച ശ്രീ എൻ ബീരൻ സിംഗിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാവുന്ന പോലെ മണിപ്പൂർ എന്ന് പറയുന്ന മനോഹരമായ ദേശത്ത് 2023 മെയ് മാസം 3-ാം തീയതി മുതൽ ഇന്നലെ വരെയുള്ള സംഭവങ്ങളെ നമ്മൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ അത് വളരെ സങ്കടകരമായ നിരവധി സംഭവങ്ങളിലൂടെയാണ് അവിടുത്തെ ജനത കടന്നുപോയെന്ന് കാണാൻ കഴിയും. ഇവിടെ പല മീഡിയകളും, പ്രത്യേകിച്ച് സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട ഈവൻ ക്രിസ്തീയ ആളുകൾ പോലും, സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്ത്യാനികൾ പോലും പല സന്ദർഭത്തിലും അതൊരു ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള സംഘർഷമായിട്ടാണ് ചിത്രീകരിക്കുകയും ഇവിടെയൊക്കെ ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഇന്ന് പ്രിയപ്പെട്ട ഷാജൻ സ്കറിയ മറുനാടൻ മലയാളിയിൽ അദ്ദേഹം മോഡിജി തെറ്റുതിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ഞാൻ അതിനകത്തൊരല്പം കണ്ടു. അതെനിക്ക് വളരെ സങ്കടകരമായി തോന്നി. ചില യാഥാർത്ഥ്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും 2 ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ. സംഘപരിവാർ കുടുംബം വളരെ കൃത്യമായി ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും പ്രചരിപ്പിച്ചതായുള്ള ഒരു വലിയ സന്ദേശമാണ് മണിപ്പൂരിൽ നടന്നത് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള സംഘർഷമായിരുന്നു. അതേ വാക്കുകളെ കടമെടുത്തുകൊണ്ട് അതേ പ്രചരണമാണ് ഈ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന്, ക്രിസംഖികളിൽ നിന്ന് പൊതുവെ ആളുകൾ വിളിക്കുന്നതായിട്ടുള്ള ആളുകളും നടത്തിക്കൊണ്ടിരുന്ന പ്രചരണങ്ങൾ. ഈ പ്രചാരണങ്ങളൊക്കെ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് തെറ്റിദ്ധാരണകൾ പരത്തുന്നതിന് പര്യാപ്തമായിരുന്നു. എന്നാൽ അന്നു മുതൽ ഇന്ന് വരെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവരും ഒരുപോലെ പറഞ്ഞതായ ഒരു കാര്യം, ഇതൊരു വംശീയ കലാപമാണ്. ആ വംശീയ കലാപം ഉണ്ടായപ്പോൾ തന്നെ അതിനകത്ത് ക്രൈസ്തവരോടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള മനോഭാവം എല്ലാ തലങ്ങളിലും ഉണ്ടായിരുന്നു. ക്രൈസ്തവ കുടുംബങ്ങളെ ഉന്മൂലനം ചെയ്യാൻ തക്കവണ്ണം വളരെ സംഘടിതമായി ശ്രമിച്ചിരുന്നു എന്നുള്ള ആ വലിയ സത്യത്തെ ലോകത്തിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ. നമുക്കറിയാവുന്ന പോലെ അവിടെ ഉണ്ടായിരുന്ന മണിപ്പൂരിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഡൊമിനിക് പിതാവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് വംശീയ കലാപമാണെന്നാൽ അതോടൊപ്പം തന്നെ അതിനകത്ത് വർഗീയമായിട്ടുള്ള ചില എലമെൻസും കൂടെ ചേർക്കപ്പെട്ടു എന്ന്. അപ്പോൾ മുംബൈയിലെ ആർച്ച് ബിഷപ്പ് പറഞ്ഞതിനെയാണ് പല ആളുകളും, മുംബൈയിലെ ആർച്ച് ബിഷപ്പ് ഒരിക്കൽ പോലും ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് മണിപ്പൂരിൽ പോയിരുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എല്ലാ മീഡിയകളും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. എങ്കിലും വിദേശത്ത് കിടക്കുന്നവരും അല്ലെങ്കിൽ ദൂരത്ത് കിടക്കുന്നവരും ഒക്കെ ആ നാടിനെക്കുറിച്ച് അറിയാതെ, ആ നാട്ടിൽ പോകാത്ത മാധ്യമ പ്രവർത്തകരെന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ ഒരുപാട് പ്രൊപ്പഗൻഡ അഴിച്ചുവിട്ടത് അത് കേവലം ഗോത്രവർഗ്ഗക്കാർ തമ്മിലുള്ള കലാപങ്ങളായിരുന്നുവെന്ന്. അതവിടെ നിൽക്കട്ടെ, ഗോത്രവർഗം അല്ല എന്നുള്ളത് ആദ്യം മുതൽ ഇന്ന് വരെ ഞാൻ പറയുന്നതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് പറയട്ടെ. അത് വംശീയ കലാപമായിരിക്കുമ്പോൾ തന്നെ ഡൊമിനിക് പിതാവ് പറഞ്ഞതുപോലെ അതിനകത്ത് ഒരു റിലീജിയസ് എലമെൻറ്റ്സ് കടന്നുകൂടിയിരുന്നു. വളരെ ആസൂത്രിതമായിട്ട് ക്രൈസ്തവ ഉന്മൂലനം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ അവർ കുറ്റവാളികളാണല്ലോ. കാരണം ഏകദേശം 250-ൽ കൂടുതൽ ആളുകളെ, നിരപരാധികളായ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളടക്കം, സ്ത്രീകളടക്കം, നമ്മുടെ അമ്മമാരടക്കം, സഹോദരിമാരടക്കം കൂട്ടബലാത്സംഗം, മാനഭംഗത്തിനൊക്കെ ഇരയായിത്തീർന്ന നിരവധി ആളുകൾ, മാത്രമല്ല ധാരാളം ആളുകളുടെ മരണത്തിന് കാരണമായി തീർന്ന കലാപം, അനേക നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായിത്തീർന്ന വില്ലേജുകൾ തന്നെ കത്തിച്ച് ചാമ്പലാക്കിയ അനുഭവം, ഇതൊക്കെ നേരടിയായി കണ്ട ഒരു വ്യക്തിയാണ്. ഞാൻ അവിടെ പോയി കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് പല സന്ദർഭങ്ങളിലായിട്ട് പല ഗ്രാമങ്ങളിലും പോയി അവിടുത്തെ അവസ്ഥകളെല്ലാം നേരടിയായി കണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനിത് വന്ന് കേരളത്തിലും അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ കാര്യം ഇന്ത്യയിലുടനീളം ഇതിൻ്റെ അധികാരികളുമായിട്ടൊക്കെ പങ്കുവെക്കുന്ന സമയത്ത് എന്നോട് UN-ൽ നിന്ന് വളരെ കൃത്യമായിട്ട് അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. UN-ൽ നിന്ന് ഇൻവിറ്റേഷൻ വന്നു. അവിടെ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രബന്ധം അവതരിപ്പിക്കണം. അന്ന് ഞാൻ അവർക്ക് കൊടുത്തൊരു മറുപടിയുണ്ട്. എനിക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു, പോകാനുള്ളൊരു ടെംപ്റ്റേഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് ഓർത്തു, എൻ്റെ രാജ്യത്തിലെ ജനതയെക്കുറിച്ച് ഞാൻ ഓർത്തു. എൻ്റെ ഭരണാധിപന്മാരുടെ അവരെ എത്ര മോശപ്പെട്ടവരാണെങ്കിലും ആ മോശപ്പെടലുകളൊന്നും തന്നെ വിദേശ രാജ്യത്തിലിരിക്കേണ്ടുന്നവർ ചർച്ച ചെയ്യേണ്ടുന്നതല്ല എന്നുള്ള ബോധ്യമുണ്ട്
ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞില്ല, ഞാൻ വരികയില്ല. കാരണം എനിക്ക് എൻ്റെ രാജ്യത്തിലെ ഭരണഘടന നന്നായിട്ട് അറിയാം. എൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്, സമത്വമുണ്ട്, ഇവിടെ ഒരു തുല്യതാബോധമുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്ന് തന്നെ ഞാൻ അവരോട് പറയുകയും ഞാൻ വരുന്നില്ല എന്ന് പറയുകയും ചെയ്തു. അത് ചില എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, വെച്ചാൽ അത് മോശമായിപ്പോയി, അച്ഛനൊന്ന് പോയി ഇത് UN-ലൊക്കെ ഈ വിഷയം അവതരിപ്പിക്കേണ്ടിയായിരുന്നു. ഇത് UN ചർച്ച ചെയ്യേണ്ടതല്ല, ഇത് നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്ത് ഇതിന് ശാശ്വതമായൊരു പരിഹാരം വരേണ്ടതാണ്. എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ വളരെയധികം വിശ്വാസമുണ്ട്. അതിൻ്റെ പരിണതഫലമായിട്ട് അതിൻ്റെ കൃത്യമായ ഒരു തെളിവാണ് ഇന്നലെ ശ്രീ വീരേൻ സിംഗ് രാജി അർപ്പിക്കാനിടയായിത്തീർന്നത്. അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ശ്രീ വീരേൻ സിംഗിനെ കൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാജി രാജിവെപ്പിച്ചത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇത് നേരത്തെ ആകാമായിരുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു 2003 മെയ് മാസം 4-ാം തീയതി കൃത്യമായിട്ട് വീരേൻ സിംഗിനോട് നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായിരിക്കുന്ന അമിത്ഷാജിയും അതേപോലെ തന്നെ പ്രധാനമന്ത്രിജിയും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല, ഈ കലാപം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കുതിരയ്ക്ക് കടിഞ്ഞാണിട്ടതുപോലെ തന്നെ ഈ പ്രശ്നം ആ നിമിഷം അവിടെ അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്? കാരണം ഇത് ആസൂത്രിതമായി നടപ്പിൽ വരുത്താനായിട്ട് തുനിഞ്ഞിറങ്ങിയത് ശ്രീ വീരേൻ സിംഗ് ആണ്. വീരേൻ സിംഗിന്റെ അറിവോടും സമ്മതത്തോടും അനുവാദത്തോടും കൂടിയായിരുന്നു ഇത്രയും കലാപം ആ മണിപ്പൂർ എന്ന് പറയുന്നതായ മനോഹരമായ രത്നങ്ങളുടെ നാടെന്നാണ് മണിപ്പൂർ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ആ രത്നങ്ങളുടെ നാട്ടിൽ നടന്നത് കാങ്കോ പ്ലാക്ക് എന്നായിരുന്നു മുമ്പ് ഇതിനറിയപ്പെട്ടത്. പണ്ട് ഇത് ഗോത്ര വംശങ്ങൾ പാർത്ത സ്ഥലമാണ്. അന്ന് നമുക്കറിയാവുന്ന പോലെ ഔറംഗസീബിന്റെ സമയത്ത് മുഗൾ ഭരണകാലത്താണ് കുറച്ച് സന്യാസി വര്യന്മാർ ബ്രാഹ്മണന്മാർ അവിടേക്ക് വരികയും അങ്ങനെ ആ ദേശത്ത് ഇംഫാലിലൊക്കെയുള്ള ആ പ്രദേശത്തുള്ള ഗോത്രവർഗക്കാർക്ക് അവരെല്ലാം വിശ്വസിച്ചുകൊണ്ടിരുന്ന സനാമഹിസത്തിലാണ്. ഹിന്ദുക്കളായിരുന്നില്ല അവർ സനാമഹിസത്തിൽ ഉൾപ്പെട്ടു നിന്നതായിട്ടുള്ള ആളുകളാണ്. തണുത്ത വെള്ളത്തെ ആരാധിക്കുന്ന, തണുത്ത വെള്ളത്തിൻ്റെ ദേവതയെ ആരാധിക്കുന്നവർ അന്നും ഇന്നും ഒക്കെ സനാമഹിസത്തിൽ അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള അവരുടെ ഇടയിൽ വന്നിട്ട് അവിടെ ഒരു മ്ലേച്ഛ രാജ്യമാക്കി അതിനെ കണ്ട ആ സന്യാസി വര്യന്മാർ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ക്ഷത്രിയ പദവി കൊടുത്തുകൊണ്ട് അവിടെ ഗോത്രവർഗത്തിൻ്റെ തലവന്മാരെ ക്ഷത്രിയന്മാരാക്കി 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അവരെ ഗോത്രവർഗമെന്ന് ഇപ്പോഴും ഇവിടുത്തെ ചില ആളുകൾ വിളിക്കുമ്പോൾ അത് അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണെന്നുള്ളതും മറന്നു പോരുത്. അവർ ഗോത്രവർഗക്കാരല്ല, ഇപ്പോൾ അവർ ക്ഷത്രിയരായിട്ട് തന്നെ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ വൈശ്യരുണ്ട്, അവിടെ ശൂദ്രർ എന്ന് പറയുന്നതായിട്ടുള്ള വിഭാഗമുണ്ട്, അതോടൊപ്പം തന്നെ അവിടെ ബ്രാഹ്മിൺസുമുണ്ട്. അപ്പം ക്ഷത്രിയരും ബ്രാഹ്മിൺസും അല്ലെങ്കിൽ ചാതുർവർണ്ണ്യം ഇപ്പോഴും പാലിക്കുന്നതായിട്ടുള്ള ആ മണിപ്പൂരിലെ പ്രത്യേകിച്ച് നമ്മൾ മേത്തി വിഭാഗം എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകളെ അവരെ ഗോത്രവർഗമായിട്ട് വിശേഷിപ്പിക്കുന്നതോ അങ്ങനെ ചിത്രീകരിക്കുന്നതോ ആ സമൂഹത്തോട് ആ ജനതയോട് അവരോട് കാണിക്കുന്ന അവഹേളനം തന്നെയാണ്. ഇവിടുത്തെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അവരാരെങ്കിലും നിങ്ങൾക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അങ്കലാപ്പിലാകും, നിങ്ങൾക്ക് കോടതി കയറി ഇറങ്ങേണ്ടി വരും. കാരണം അവരാരും തന്നെ ഗോത്രവർഗമല്ല, അവർക്ക് ഗോത്ര പദവി വേണം എന്ന് വീരേൻ സിംഗിന്റെ നേതൃത്വത്തിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ ഈ 3-ാം തീയതി 2023 മെയ് മാസം 3-ാം തീയതി കലാപം അഴിച്ചുവിട്ടതെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവരാരും തന്നെ ഗോത്രവർഗക്കാരല്ല, അവർക്ക് ആ ഗോത്ര പദവി തിരികെ കിട്ടണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, അതിനെ എതിർത്തുകൊണ്ട് കുക്കികളും നാഗകളും, അവിടെ നാഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അതേപോലെ തന്നെ അവിടെ കോം എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട്, നമുക്കറിയാമല്ലോ, മേരി കോമൊക്കെ. അതോടൊപ്പം തന്നെ വേറെയും ചില ചെറിയ സബ് ട്രൈബ്സ് ഒക്കെ ഉള്ള ഒരു ദേശമാണ് അവിടെ. അങ്ങനെയുള്ള ആ ദേശത്ത് അവരെല്ലാം ഐക്യമായി സ്നേഹമായി കഴിഞ്ഞാണ്. ഞാനൊരു കാര്യം ആരംഭം മുതലേ നിങ്ങളെല്ലാവരും ഓർപ്പിച്ചിട്ടുള്ളത്, അവിടെ ഈ ഗോത്രവർഗക്കാരും മേത്തികളും തമ്മിൽ ഒരിക്കൽ പോലും കലാപം ഉണ്ടായിട്ടില്ല.
അതാദ്യം മനസ്സിലാക്കണം. മേത്തികളുടെ ഇടയിൽ പങ്കിൻസ് എന്ന് വിളിക്കപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവര് ആകെ ഒരു പ്രാവശ്യമാണ് ഒരു കലാപം ഉണ്ടായി. മേത്തികളും പങ്കിൻസും തമ്മിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ആ കലാപം അന്ന് മുസ്ലിം ലീഗ് അവിടെ ഇടപെടുകയും അത് പരിഹരിക്കുകയും ചെയ്തു. അവരെല്ലാം വളരെ ഐക്യത്തോടു കൂടിയാണ് ജീവിച്ചത്. ഇവിടെ കേരളത്തിൽ നടത്തിയ, പ്രത്യേകിച്ച് ക്രിസംഖികൾ നടത്തിയ കുപ്രചരണങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കുപ്രചരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് പങ്കിൻസ് എന്ന് പറഞ്ഞ മുസ്ലിംസ് ആണെന്നുള്ള, അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള. അന്നേ ഞാൻ പറഞ്ഞു, മുസ്ലിംസ് ഇതിനകത്ത് നിരപരാധികളാണ്, അവരിതിനകത്ത് ഇടപെട്ടിട്ടില്ല, അവരും ഇതുമായിട്ട് ഈ കലാപവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നും അത് ആവർത്തിക്കുന്നു. പിന്നെ ഈ കലാപം ഉണ്ടാകാൻ കാരണം ഇതിൻ്റെ പിന്നിലുള്ള കച്ചവട താല്പര്യമായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് അവിടുത്തെ ജനതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അത് നമ്മൾ മറന്നു പോകരുത്. എന്താണ് കച്ചവട താല്പര്യം? ഞാൻ നേരത്തെ പറഞ്ഞുള്ളതുപോലെ അവിടെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അവിടെ ഇഷ്ടംപോലെ മിനറൽസ് ഉണ്ട്, ധാതു ലവണങ്ങൾ ധാരാളം വിലപിടിപ്പുള്ളതുണ്ട്. അതേപോലെ തന്നെ ഒരു ഗ്രീൻ സ്റ്റോണ്, ലോകത്തിലെ ഏറ്റവും വിലയുള്ള ഒരു സ്റ്റോണാണത്. അത് ധാരാളമായിട്ട് അവിടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ അവിടെ വജ്രമുണ്ട്, അതേപോലെ പെട്രോളിയം സാധനങ്ങൾ അവിടെ ധാരാളമായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ ഇപ്പോഴത്തെ ഇന്നലെ വരെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ എൻ ബീരൻ സിംഗ്, അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ 2001 അദ്ദേഹം ഒരു പാർട്ടിയിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് ചാടി ഇറങ്ങി. അതിനു മുമ്പ് അദ്ദേഹം നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. മണിപ്പൂർ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുമായിട്ട് മത്സരിച്ചുള്ള ആളാണ് അദ്ദേഹം. ഇന്റർനാഷണൽ ലെവലിൽ പോലും കളിക്കാരനായിരുന്നു. മാത്രമല്ല സാധാരണ പോലീസുകാരനായിട്ടാണ് തൻ്റെ സേവനം ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറിയിട്ട് പത്രപ്രവർത്തകനായി 1991 മുതൽ പത്രപ്രവർത്തകനായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വളരെ നല്ല സ്റ്റാൻഡിൽ അദ്ദേഹം നിന്നു. കറപ്ഷനൊക്കെ എതിരെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് എഴുതി. മാത്രവുമല്ല സാമൂഹ്യ നീതിക്ക് വേണ്ടി അദ്ദേഹം പോരാടി. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ജയിലിൽ പോകേണ്ടി വന്നു. പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ചില വാർത്തകൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജയിലിൽ പോകേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം തളർന്നില്ല. അദ്ദേഹം അതിന് ശേഷം അവിടെ നിന്നിട്ട് ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി ഉണ്ടാക്കി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രൂപീകരിക്കുകയും അല്ലെങ്കിൽ ആ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയും അങ്ങനെ അദ്ദേഹം പിന്നീട് 2003 കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നിട്ട് മത്സരിച്ച് അദ്ദേഹം മന്ത്രിയാകുകയൊക്കെ ചെയ്തു. MLA ആയതിനു ശേഷം മന്ത്രിയാകുകയൊക്കെ ചെയ്തു. എന്നാൽ പിന്നീട് അദ്ദേഹം BJP-യിലേക്ക് കളം മാറി. BJP-യിലേക്ക് 2017 അദ്ദേഹം വന്നിട്ട് ആ 2017 മുതൽ അദ്ദേഹം BJP-യുടെ മുഖ്യമന്ത്രിയായിട്ട് അഥവാ മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം മാറുകയായിരുന്നു. അപ്പോൾ ആ സമയം മുതൽ അദ്ദേഹത്തിൻ്റെ കണ്ണെല്ലാം തന്നെ ഈ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായത് സ്വമേധയാ ആ പാർട്ടി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തല്ല, മറിച്ച് അദ്ദേഹം ആ പദവി, മുഖ്യമന്ത്രി പദവി കാശ് കൊടുത്തു വാങ്ങിയതാണെന്നാണ് അവിടുത്തെ ജനത പറയുന്നത്. അവിടുത്തെ മേത്തികളായിരുന്നാലും കുക്കികളായിരുന്നാലും അവിടുത്തെ നാഗകളായിരുന്നാലും മറ്റ് ഗോത്ര വിഭാഗക്കാരാണേലും അവരൊക്കെ പറയുന്നൊരു കാര്യം, അവിടുത്തെ ചെറുപ്പക്കാരും യുവതിയുവാക്കന്മാർ പ്രായമുള്ളവരൊക്കെ പറയുന്നൊരു കാര്യം, അദ്ദേഹം അത് വലിയൊരു വില കൊടുത്താണ് വാങ്ങിയത്, ആ പദവി വാങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു കച്ചവട കണ്ണുണ്ടായിരുന്നു. ആ കച്ചവട കണ്ണുകൊണ്ട് പല കമ്പനികളും അതിനു മുമ്പ് തന്നെ 2003 മുതലോടെ പഠനം നടത്തിയപ്പോഴാണ് ഈ പറഞ്ഞതായിട്ടുള്ള ധാതു ലവണങ്ങളെക്കുറിച്ചും പച്ചക്കല്ലിനെ കുറിച്ചും അതേപോലെ തന്നെ ഡയമണ്ടിനെ കുറിച്ചും പെട്രോളിയം ഉൽപ്പന്നങ്ങളെ കുറിച്ചൊക്കെയുള്ള കൃത്യമായ രേഖകൾ കിട്ടിയത് അല്ലെങ്കിൽ അറിവുകൾ കിട്ടിയത്. അപ്പോൾ അത് കണ്ടെത്താനായിട്ടും അത് ശരിക്ക് ഖനനം ചെയ്യുവാനും വേണ്ടിയിട്ട് പല കമ്പനികളുമായിട്ട് അദ്ദേഹം എഗ്രിമെൻ്റ് ഇട്ടിരുന്നു. ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അതിന് അദ്ദേഹത്തിന് പൂർണ്ണ സപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ മേലധികാരികളിൽ നിന്നുണ്ടായിരുന്നു, കേന്ദ്രത്തിൽ നിന്നുണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ ജനത പറയുന്നത്. അതിൻ്റെ ഒരു ഫീച്ചർ തന്നെ വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ശ്രീ എൻ ബീരൻ സിംഗ് ആണ് ഈ 2023 മെയ് മാസം 3-ാം തീയതിത്തെ കലാപത്തിൻ്റെ പിന്നിൽ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അതിരങ്കിൽ നിന്ന് തന്നെ വന്നായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ആ ദേശത്ത് പ്രചരിക്കുന്നുണ്ട്. അത് സുപ്രീം കോടതി ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള കൃത്യമായ പഠനവും അതിനെക്കുറിച്ചുള്ള റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിരങ്ങളിൽ നിന്നാണ് ആ ഒരു വാക്കുകൾ വന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ കലാപങ്ങൾക്കെല്ലാം ഉത്തരവാദി മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ശ്രീ എൻ ബീരൻ സിംഗ് തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ അവിടുത്തെ മന്ത്രിമാരുമായി നേരിട്ട് ഞാൻ സംസാരിച്ചാണ് ഈ വിഷയങ്ങളെ സംബന്ധിച്ച്. മൊറേ എന്ന് പറയുന്ന സ്ഥലത്തെ മന്ത്രി, അവിടുത്തെ മൊറേ എന്ന് പറയുന്ന ജില്ലയിലെ അവിടുന്നുള്ള MLA മന്ത്രിയായ അദ്ദേഹം ഒളിവിൽ പോയി.
മെയ് മാസം 4-ാം തീയതി രാവിലെ തന്നെ ഒളിവിൽ പോയി. അദ്ദേഹത്തെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ ബ്രദറിലോ MLA ആണ്, അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ജീവൻ നിലനിർത്താൻ വേണ്ടി ഭയന്ന് ഒളിച്ചോടി പോന്നിരിക്കുകയാണ് ആ ജില്ലയിൽ, ആ സംസ്ഥാനത്ത് നിന്ന്. അപ്പം അവരൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് സംസാരിച്ചു. മാത്രമല്ല വോൾട്ടർ എന്ന് പറയുന്നതായിട്ടുള്ള ഈ ശ്രീ എൻ വീരൻ സിംഗിൻ്റെ വലങ്കൈയായിട്ട് വിശേഷിപ്പിക്കപ്പെട്ട അദ്ദേഹം കുക്കിയാണ്. ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞായിട്ടുള്ള മൊറേലെ മന്ത്രിയും കുക്കിയാണ്. അപ്പം ഈ വോൾട്ടർ എന്ന് പറയുന്നതായിട്ടുള്ള MLA അദ്ദേഹം ശ്രീ എൻ വീരൻ സിംഗിനോടൊപ്പം എല്ലാ കാര്യത്തിലും പ്രവർത്തിച്ച് മുൻ മന്ത്രിയും കൂടെ ആയിരുന്നു അദ്ദേഹം, അതുകൊണ്ട് സീനിയറും കൂടിയാണ്. അപ്പോൾ BJPയുടെ MLA-മാരാണ് ഇവരൊക്കെ. അപ്പോൾ അവരെ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഈ കലാപം ആരംഭിക്കുന്നത്. അതുകൊണ്ട് മെയ് മാസം 3-ാം തീയതി കലാപം ആരംഭിക്കുന്നു. 4-ാം തീയതി രാവിലെ ശ്രീ എൻ വീരൻ സിംഗിൻ്റെ ഓഫീസിലേക്ക് വോൾട്ടർ വന്നിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നു, നീ ഇത് അവസാനിപ്പിച്ചോണം. മുഖ്യമന്ത്രിയോട് പറയുകയാണ്, നീ ഈ കലാപം അവസാനിപ്പിക്കണം, എന്തുകൊണ്ട് ഇത് തീർക്കണം. കുക്കികളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നു, മേത്തി ക്രിസ്ത്യൻസിനെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നു, ഇത് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ വാക്കേറ്റമായി, കയ്യാങ്കളിയായി. അവിടെ നിന്ന് പോരുന്നതായിട്ടുള്ള വാൾട്ടറിന് MLA അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെയും കൊല്ലുവാനായിട്ട് ആളുകൾ ജനക്കൂട്ടം വരികയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ കൊന്നു, ഇദ്ദേഹത്തെ മാരകമായിട്ട് മുറിവേൽപ്പിച്ചു. നമുക്കറിയാവുന്ന പോലെ എയർലിഫ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് അപ്പോളോ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാനും അദ്ദേഹത്തെ പോയി നേരടിയായി കണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു വശം തളർന്നു കിടന്ന അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് ശേഷം എഴുന്നേറ്റിരിക്കുകയും ചെയ്ത കാര്യമൊക്കെ നേരത്തെ ഞാൻ വീഡിയോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതം വെച്ച് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെ ഏഷ്യാനെറ്റുകാരും എന്നോടൊപ്പം വരികയും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കിടുകയും ചെയ്തു. നിങ്ങളത് കണ്ടിട്ടുണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ 3 സഹോദരിമാരെ നഗ്നരാക്കി നടത്തിയ സംഭവം നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ വലിയ ഞെട്ടലുളവാക്കിയ സംഭവമാണ്. നമ്മുടെ രാജ്യത്തിൽ അതിനുശേഷമാണ് ആദരണീയനായ പ്രധാനമന്ത്രിജി തൻ്റെ വായൊന്ന് തുറന്നിട്ട് അത് കഷ്ടമായി പോയി എന്ന് പറഞ്ഞത്. നോക്കണം, അത്രയും നാളുകൾ മിണ്ടാതിരുന്നു. മാത്രമല്ല മണിപ്പൂരിലേക്ക് ഞാൻ നിങ്ങളെ സിംഗപ്പൂരിന് തുല്യമാക്കാമെന്ന് പറയാൻ വേണ്ടി പല സന്ദർഭങ്ങളിലായിട്ട് പോയിട്ടുള്ള പ്രധാനമന്ത്രിജി ഈ കലാപത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ 21 മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ന് വരെ നമ്മുടെ പ്രധാനമന്ത്രിജി അവിടേക്ക് പ്രവേശിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് വിദേശ പര്യടനത്തിന് വേണ്ടി യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ കൂടെ സംഭവിക്കേണ്ട. പക്ഷേ അതിന് തൊട്ട് തലേന്ന് തന്നെ ശ്രീ എൻ വീരൻ സിംഗിനെ കൊണ്ട് രാജിവെപ്പിച്ചതിൻ്റെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് പല തലങ്ങളിലും ചർച്ച നടക്കുന്നുണ്ട്. ഒരു വ്യക്തി എന്നോട് വിളിച്ചു പറഞ്ഞത്, പ്രഗത്ഭനായ ഒരു വ്യക്തി എന്നോട് വിളിച്ചു പറഞ്ഞത്, ഫാദറെ നിങ്ങൾക്കറിയാമോ അദ്ദേഹം ഈ എൻ വീരൻ സിംഗിനെ കൊണ്ട് ഇപ്പോൾ രാജിവെപ്പിച്ചതിൻ്റെ കാരണം? ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ കാരണം പറഞ്ഞത്, അദ്ദേഹം വിദേശ പര്യടനത്തിന് പോകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെയും കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അദ്ദേഹവുമായിട്ടും കൂടെ സംഭാഷണത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ മണിപ്പൂരിലെ ധാരാളം ജനങ്ങൾ അമേരിക്കയിൽ കുടിയേറിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കുക്കി വംശജരായിട്ടുള്ള ആളുകൾ. കുക്കികളുടെ ഇടയിൽ ഒരുപാട് മെസ്സിയാനിക് ഗ്രൂപ്പ്സ് അഥവാ അവർ യഹൂദ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുണ്ട്, യഹൂദന്മാർ ഉണ്ട്. അപ്പോൾ അവരിൽ പലരും കുടിയേറിയിരിക്കുന്ന അമേരിക്കയിലൊക്കെയാണ്, ഇസ്രായേലിലൊക്കെ ഉണ്ട്, അമേരിക്കയിലേക്കും കുടിയേറിയിട്ടുണ്ട്. അപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് വൈറ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെയൊക്കെ അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോട് പറഞ്ഞ ആൾ ആ കാര്യങ്ങളെ പറഞ്ഞ്. അപ്പോൾ എന്തായാലും മണിപ്പൂരിനെ കുറിച്ചുള്ള ഒരു ചർച്ച ശ്രീ ഡൊണാൾഡ് ട്രംപ് എടുത്തിടുമെന്ന് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിജി മറുപടി പറയാൻ കഴിയാതെ അവിടെ ഇപ്പോഴും സംരക്ഷണം നൽകുന്നതായിട്ടുള്ള എൻ വീരൻ സിംഗിനെ കുറിച്ചുള്ള ആ കാര്യത്തിൽ തല താഴ്ത്തേണ്ടി വരും എന്ന് അറിയാമായിരുന്നത് കൊണ്ടാണ് ഇന്നലെ ശ്രീ എൻ വീരൻ സിംഗിനെ കൊണ്ട് രാജിവെപ്പിച്ചത് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്, അവിടെ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പങ്കുവെച്ചത്. പ്രിയമുള്ളവരെ, ഇത് വളരെ നാണം കെട്ട ഒരു പരിപാടി തന്നെയാണ്. കാരണം ഒരു ദേശത്തെ ഭരണാധിപന്മാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആ ദേശത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സംരക്ഷണം നൽകേണ്ടുന്നതായ വ്യക്തികൾ തന്നെ
ഘാതകരായി തീർന്നു കഴിഞ്ഞാൽ എത്ര വേദനാജനകമാണ്. ശ്രീ എൻ ബീരൻ സിംഗ് ആ മണിപ്പൂരിലെ സാമാന്യ ജനത്തിന്റെ, അതിനകത്ത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, പാവപ്പെട്ട ആ ജനത്തിന്റെ, നിഷ്കളങ്കരായ ആ ജനത്തിന്റെ, സത്യസന്ധരായ ആ ജനത്തിന്റെ ഘാതകനായി തീർന്നു എന്നാണ് അവിടുത്തെ പല ആളുകളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴല്ല, അന്നു മുതലേ പറയുന്നുണ്ട്, അത് ആവർത്തിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പക്ഷം പിടിച്ച് അരമ്പായ് തങ്കോൽ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഭീകര സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുവാൻ തൻ്റെ അധീനതയിലുള്ള പോലീസ് സ്റ്റേഷനുകളെല്ലാം തുറന്നു കൊടുക്കുകയും അവിടെ നിന്ന് ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി 5000-ൽ പരം ആയുധങ്ങളാണ് കൊണ്ടുപോയത്. അത് കൊണ്ടുപോയിട്ട് മറ്റൊരു വംശത്തിൽപ്പെട്ട, മറ്റൊരു സമൂഹത്തിൽപ്പെട്ട, മറ്റൊരു വിശ്വാസ പ്രമാണമുള്ള ഒരു സമൂഹത്തെ കൊന്നൊടുക്കുവാൻ വേണ്ടി അഘോരാത്രം അധ്വാനിക്കാൻ വേണ്ടുന്ന വെള്ളവും വളവും വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹീന പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ ഇതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം അദ്ദേഹത്തിന്റെ രാജിയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് നേരത്തെ തന്നെ ആകാമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് അമിത്ഷാജിയുടെ ഒരു പ്രസ്താവന. അമിത്ഷാജിയോട് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല, അദ്ദേഹം നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തിനാണ് സഹകരിച്ചത്? നിങ്ങൾ ഊഹിച്ചുകൊള്ളുക. എന്തിനാണ് സഹകരിച്ചത്? ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സഹകരിച്ചതിനെ കുറിച്ചാണോ അമിത്ഷാജി അങ്ങ് സംസാരിച്ചത്? അങ്ങനെയാണെങ്കിൽ വി ആർ സോറി ഫോർ യു. മറന്നു പോകരുത്, അങ്ങ് ഭരിക്കുന്നതായിട്ടുള്ള ഈ രാജ്യത്തിന്റെ, അങ്ങ് ആഭ്യന്തര വകുപ്പ് കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു സംസ്ഥാനത്തിൽ ഇതുപോലുള്ള കലാപം നടക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് അങ്ങയുടെ ഇടപാടിനാൽ അത് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങും പരാജിതനായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ജനവിധി അങ്ങേക്ക് അനുകൂലമായതുകൊണ്ട്, അങ്ങയുടെ ഭരണകൂടത്തിന് അനുകൂലമായതുകൊണ്ട് അങ്ങ് വിചാരിക്കുന്നുണ്ടാകും ഇതൊന്നും സാരമില്ല എന്ന്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അങ്ങ് മാത്രമല്ല എല്ലാ ഭരണാധിപന്മാരും ഓർക്കണം, ഉന്നതനു മീതെ ഒരു അത്യുന്നതനുണ്ട്. ആ അത്യുന്നതനായ ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങളുടെ ഭരണത്തിന് കീഴിലുള്ള ജനത്തെ നിങ്ങൾ പീഡിപ്പിക്കുകയും ആ ജനത്തിന്റെ നിലവിളി നിങ്ങൾ കേൾക്കാതിരിക്കുകയും ചെയ്താൽ, അവരുടെ നിലവിളി കേൾക്കുകയും കണ്ണുനീർ കാണുകയും ചെയ്യുന്ന സർവശക്തനായ ഒരു ദൈവം അവർക്ക് വേണ്ടി വിൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം നിങ്ങൾക്ക് സഹിക്കാവതായിരിക്കുകയില്ല എന്നും കൂടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഞാനിത് സങ്കടം കൊണ്ടും എൻ്റെ വേദന കൊണ്ടും അനേക നാളുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലുടനീളം ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ചകളിൽ പല സന്ദർഭങ്ങളിലായിട്ട് പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ ഇന്റർനാഷണൽ ലെവലിൽ ഈ വിഷയം വരാതിരിക്കണമെന്ന് വളരെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ ദേശത്തെക്കുറിച്ച്, എൻ്റെ രാജ്യത്തെക്കുറിച്ച് ഞാൻ വളരെ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ രാജ്യത്തിലെ ഭരണാധിപന്മാർ, എൻ്റെ രാജ്യത്തിലുള്ള ഓരോ വ്യക്തികൾക്കും, ചെറിയവനായിക്കോട്ടെ വലിയവനായിക്കൊള്ളട്ടെ, അവർക്കൊക്കെ നീതിയും ന്യായവും നടത്തി കൊടുക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെടുത്ത തീരുമാനം നല്ലതാണ്, പക്ഷെ വൈകി വന്ന വിവേകമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഇത് ആ മെയ് മാസത്തിൽ തന്നെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ ഭരണം ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകുമായിരുന്നു. ലോകത്തിന് മുമ്പിൽ ലജ്ജിക്കേണ്ടി വരികയില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ 21 മാസം എടുത്തു ഒരു തീരുമാനമെടുക്കാൻ. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. വൈകിയാണെങ്കിലും, ഏറെ വൈകിയാണെങ്കിലും ദൈവിക നീതിയുടെ ഒരു പടി ഇപ്പോൾ നമുക്ക് കാണാനിടയായി തീർന്നു. വേദനിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ മേത്തി വിഭാഗത്തിലും അതോടൊപ്പം തന്നെ കുക്കി വിഭാഗത്തിലും അതേപോലെ തന്നെ മറേ വിഭാഗത്തിലും ഒക്കെ ഉണ്ട്. നാഗ വിഭാഗത്തിലും ഒരുപാട് പേര് അഫക്റ്റഡ് ആയിട്ടുണ്ട്. അവിടെ തൊഴിലില്ല, വളരെയധികം പട്ടിണിയാണ്. ജനങ്ങൾ തൊഴിലില്ലാതെ സാധനങ്ങളുടെ എല്ലാം വില കുതിച്ച് അവരെ ഓരോ ദിവസവും വിളിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ വളരെ സങ്കടകരമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ്. പലർക്കും ഭവനം ഇല്ലാതെ ഇപ്പോഴും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പുകളിൽ ഇപ്പോഴും കഴിയുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും ശരിയായ വിധത്തിൽ തീരുമാനങ്ങൾ എടുക്കാതെ നിങ്ങളുടെ മന്ത്രിസഭ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുതിരക്കച്ചവടം നടത്തി വീണ്ടും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഓർക്കണം, സത്യസന്ധമായി സുതാര്യമായി ആ ജനതയെ ഭരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യായവിധിയുടെ ദിവസമുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ശ്രീ എൻ ബീരൻ സിംഗ് ഇതിനു മുമ്പ് തന്നെ മാപ്പപേക്ഷ നടത്തിയിട്ടുണ്ട്. മാപ്പപേക്ഷ കൊണ്ട് തീരുന്ന ഒരു പ്രശ്നമാണോ ശ്രീ എൻ ബീരൻ സിംഗ്? ഈ കാണുന്ന ആ ജനതയുടെ നിലവിളികളും അവർക്ക് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുമൊക്കെ നിങ്ങൾക്ക് മാപ്പ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ അവസ്ഥയ്ക്ക് നിങ്ങൾക്കൊരു സ്വസ്ഥത കിട്ടിക്കാണും.
പക്ഷേ നഷ്ടപ്പെട്ട മാതാപിതാക്കള്, നഷ്ടപ്പെട്ട മക്കൾ, നഷ്ടപ്പെട്ട സഹോദരങ്ങൾ, അവർക്ക് ആര് സങ്കടങ്ങളിൽ നിന്ന് വിമോചനം കൊടുക്കും? ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഒരു കാര്യം കൂടെ, കേരളത്തിലെ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്നാണ് തിരുവചനം പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കാൻ ഒരു മനസ്സ് കാണിക്കണം. തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചമച്ചു വിടുന്ന വാർത്തകളുണ്ടല്ലോ, ആ വാർത്തകളിൽ നിങ്ങൾ മയങ്ങിപ്പോകരുത്. സത്യത്തിന് എന്നും നിലനിൽപ്പുണ്ട്. സത്യം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വരും. ഞാൻ ഈ വിഷയങ്ങൾ ആരംഭത്തിൽ കേരളത്തിൽ സംസാരിച്ചപ്പോൾ എനിക്കെതിരെ വളരെ ശക്തമായി ക്രിസംഗി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പറ്റം സഹോദരങ്ങൾ തൂലിക ചലിപ്പിച്ചു, വീഡിയോകൾ ചെയ്തു. പക്ഷേ സത്യം ജയിച്ചു. ഒരല്പം വൈകിട്ടാണെങ്കിലും സത്യം ജയിച്ചു. അതുകൊണ്ടാണ് ശ്രീ ഷാജൻ സ്കറിയ പോലും ഇന്ന് പറയേണ്ടി വന്നത് ശ്രീ മോഡിജി തെറ്റ് തിരുത്തിയെന്ന്. തിരുത്തപ്പെട്ടിട്ടില്ലല്ലോ. ആ നഷ്ടപ്പെട്ട ജനങ്ങൾ അതുകൊണ്ട് തിരിച്ചു വരുമോ? ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് നടത്തിയെന്ന് മാത്രമേ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ. മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചതുപോലെ ട്രംപ് അണ്ണന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മുടെ മോഡിജിക്ക് തലയൊന്ന് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു പ്രക്രിയയായിട്ട് പലരും വീക്ഷിക്കുന്നതോടൊപ്പം ഞാനും ആ വിധത്തിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. എന്നാൽ ഓർത്തുകൊള്ളുക, മണിപ്പൂരിനെ മടക്കിക്കൊണ്ടുവരാൻ ഒരുപാട് വർഷങ്ങൾ ഇനിയും എടുക്കും. കാരണം അവരുടെ മനസ്സുകൾ മുഴുവനും മുറിവേറ്റ് കിടക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല എൻ്റെ സുഹൃത്തുക്കളുമായി സംസാരിച്ചു. അവരുടെ കുക്കി വേൾഡ് കൗൺസിലിന്റെ, അവരുടെ ഇന്റലക്ച്വൽ കൗൺസിലിന്റെ ഒക്കെ നേതാക്കന്മാർ എന്നെ വിളിച്ചു. അവർ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ തമ്മിൽ ഇനിയും ഒരുമിച്ച് അടുക്കണമെങ്കിൽ എത്രയോ വർഷങ്ങൾ കഴിയും. അത്രമാത്രം എല്ലാവരുടെയും മനസ്സുകളെ, ഹൃദയങ്ങളെ തമ്മിൽ വെട്ടിമുറിച്ചിരിക്കുന്നു. ഇത്രയും വെട്ടിമുറിപ്പാടുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് ചിന്തിക്കരുത്. എന്നാൽ ഇതിനോടൊപ്പം 1-2 കാര്യം കൂടെ എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഈ കലാപം വളരെ ശാന്തതയോടുകൂടെ ശമിപ്പിക്കുന്നതിന്, അത് പരിഹരിക്കുന്നതിന്, അമേക്കബിൾ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് അധ്വാനിച്ച ഒരുപാട് പേരുണ്ട്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം എൻ്റെ സ്നേഹിതന്മാരായ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കലും അഡ്വക്കേറ്റ് ജോസ് കല്ലനുമായിട്ടൊക്കെ അവിടെ ചെന്ന സമയത്ത്, പിന്നീട് ഡോക്ടർ ബൗവർ ഈസങ്ങളുമായിട്ടൊക്കെ അവിടെ പോയ സമയത്ത് ഞങ്ങൾ പല നേതാക്കന്മാരെ കണ്ടു. ആദ്യ പ്രാവശ്യം ചെന്നപ്പോൾ തന്നെ ഏറ്റവും പ്രിയങ്കരനായ റവറൻ സൈമൺ അച്ഛനെ കാണുകയും, അച്ഛനാണ് ആംകോയുടെ പ്രസിഡന്റ് ആയിരുന്നത് അന്നും ഇന്നും. അദ്ദേഹത്തെ കണ്ടിട്ട് ഇതെങ്ങനെ നമുക്ക് ഈ മുറിവുകൾ ഉണക്കാൻ കഴിയും? അദ്ദേഹം നാഗാ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ആർച്ച് ബിഷപ്പിനെ കാണാം. അങ്ങനെ ഞങ്ങൾ ആർച്ച് ബിഷപ്പ്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള എമിറേറ്റസ് ആർച്ച് ബിഷപ്പ് ഡൊമിനിക് പിതാവുമായിട്ട് നേരിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പിതാവ് വളരെ കൃത്യതയോടുകൂടെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി നമുക്ക് റാലി നടത്തണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ ജൂലൈ മാസം 12-ാം തീയതി ഒരു വലിയ റാലി അവിടെ നടത്തുകയും ചെയ്തു. അന്ന് ഞാനും പോയി അതിൽ പങ്കെടുത്തു. അതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങൾക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ദൈവം എന്നെയും സഹായിച്ചു. അതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അന്ന് അവിടെ മേത്തി വിഭാഗത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു. അതേപോലെ തന്നെ പല മത നേതാക്കന്മാർ, പല മതങ്ങളുടെ നേതാക്കന്മാർ, മുസ്ലിം പണ്ഡിതന്മാർ, അങ്ങനെ പലരും അവിടെ വന്നിരുന്നു. ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കാനിടയായി. സമാധാന റാലി നടത്തി. അതിനുശേഷം പൊതുയോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ സമാധാന റാലിക്ക് ശേഷം എല്ലാവരും തമ്മിൽ ആശ്ലേഷിച്ചിട്ട് പങ്കുവെച്ചതായ കാര്യം, നമ്മുടെ നാട്ടിൽ ഇനിയും ഒരു കലാപം ഉണ്ടാകരുത്. പിന്നെയും കലാപങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു. അരമ്പായ് താങ്കോൾ, മേത്തിലിപ്പോൺ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആ ഭീകര സംഘടനകൾ അവർക്ക് ആയുധങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഞാൻ അരമ്പായ് താങ്കോളിന്റെ ചില നേതാക്കന്മാരുമായി പിന്നീടുള്ള എൻ്റെ സംഭാഷണങ്ങളിൽ വളരെ കൃത്യതയോടുകൂടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അവരെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതും അവർക്കിതിനു വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നതും അതിൻ്റെ ഭരണതലത്തിലിരിക്കുന്ന നേതാവ് തന്നെയാണ് എന്നുള്ളതാണ്. എനിക്ക് വളരെ സങ്കടം തോന്നി. ഒരു നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ഭരണാധിപൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടുന്നത്? ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അദ്ദേഹവുമായിട്ട് ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിലെ ചില ആളുകളെ, ചെറുപ്പക്കാരെ ഭീകരവാദികളാക്കി തീർക്കുക. എത്രയോ നാശനഷ്ടങ്ങൾ, എത്രയോ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുകൊണ്ട് ശ്രീ എൻ ബീരൻ സിംഗ്, അങ്ങേക്ക് എന്ത് നേട്ടമുണ്ടായി? അങ്ങ് എന്താണ് അച്ചീവ് ചെയ്തത്? അങ്ങ് സമാധാനപൂർവ്വമായിട്ട് അവിടെ ഭരിക്കുകയായിരുന്നെങ്കിൽ അങ്ങേക്ക് മുഖ്യമന്ത്രിയായിട്ട് ധാരാളം വർഷങ്ങൾ ഇനിയും ഭരിക്കാമായിരുന്നല്ലോ. ശ്രീ എൻ ബീരൻ സിംഗ് എല്ലാ രാഷ്ട്രീയക്കാരെയും പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ആ പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, പണം നേടാൻ വേണ്ടി, അധികാരം കൈപ്പിടിയിലാക്കാൻ വേണ്ടി
കൊള്ളയും കൊലയും നടത്തുകയാണെങ്കിൽ ആ ആളുകൾ ഒരു ദിവസം ശിക്ഷാവിധിയിലേക്ക് ഏർപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ ശിക്ഷാവിധി അവർക്ക് സുനിശ്ചിതമാണ്. അതുകൊണ്ട് ശ്രീ എൻ ബീരൻ സിംഗിന്റെ ക്ഷമാപണം കൊണ്ടോ റെസിഗ്നേഷൻ കൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അദ്ദേഹത്തിന് തക്കതായിട്ടുള്ള ശിക്ഷ നമ്മുടെ നിയമം നൽകും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അന്ന് അദ്ദേഹം വാവിട്ട് നിലവിളിക്കുന്ന ഒരു നിലവിളി ഉണ്ടാകും. ആ നിലവിളിയിൽ അവിടെ വെന്ത് ഉരുകി നിലവിളിച്ച് മരിച്ച അനേക കുഞ്ഞുങ്ങള്, അനേക അമ്മമാര്, അനേക വല്യപ്പച്ചന്മാര് അവരുടെ ആ ദീനരോധനത്തിനോടൊപ്പം ആകെയില്ല അദ്ദേഹത്തിന്റെ നിലവിളിയെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ടങ്ങളിൽ നിന്നും ആ നിലവിളിയുടെ ശബ്ദം ഉയരും എന്നൊരു യാതൊരു സംശയമില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, വിതയ്ക്കുന്നത് തിരിച്ചു കിട്ടും, അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് തിരികെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ വിതച്ച വിത്തുണ്ടല്ലോ, നാശത്തിന്റെ വിത്ത്, ആ വിത്ത് ഫലം കായ്ക്കും. അത് കൊയ്തെടുക്കുമ്പോൾ നിങ്ങളും അന്ന് വളരെയധികം വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രീ എൻ ബീരൻ സിംഗും അദ്ദേഹത്തിന്റെ അനുയായികളും അവർക്ക് ഓശാന പാടിയിട്ടുള്ള കേരളത്തിലെ അദ്ദേഹത്തിന്റെ സ്തുതി പാടകന്മാരും ഓർത്തുകൊള്ളുക, ഇപ്പോൾ നീതിയുടെ പ്രതിഫലനമാണ് നടന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ റിസിഗ്നേഷൻ കൊണ്ട്. ഇത് കൃത്യമായ ശിക്ഷാവിധിയിലേക്ക് കടക്കുമ്പോൾ ബാക്കി സംസാരം അപ്പോൾ ആകാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.